നിങ്ങളുടെ ജീവിതത്തിൽ ചില കാര്യങ്ങൾ നടക്കാത്തത് കൊണ്ട് നിങ്ങൾ വിഷമിക്കുന്നുണ്ടോ? ഇന്ന് കേൾക്കാൻ പോകുന്ന ഈ 6 കാര്യങ്ങളിൽ ഒരു കാര്യമെങ്കിലും നിങ്ങളുടെ മനസ്സിൽ തട്ടുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തെ കാണുന്ന രീതി തന്നെ മാറിയേക്കാം. ചിലപ്പോൾ നിങ്ങൾ നഷ്ടമെന്ന് കരുതിയത് അള്ളാഹുവിന്റെ ഏറ്റവും വലിയ സംരക്ഷണമായിരിക്കാം. ഹേയ്, അസ്സലാമു അലൈക്കും. നിങ്ങൾ എപ്പോഴെങ്കിലും അള്ളാഹുവിനോട് ഒരു കാര്യം കിട്ടാൻ വേണ്ടിയിട്ട് ഒരുപാട് ദുആ ചെയ്തിട്ടുണ്ടോ? പഠിച്ചോനെ, ഇത് മാത്രം എനിക്ക് കിട്ടിയാൽ മതി എന്ന് മനസ്സിൽ തുറന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ടോ? പക്ഷേ അത് നിങ്ങൾക്ക് നടന്നിട്ടില്ല. ആ ദിവസങ്ങളിൽ മനസ്സ് ഒരുപാട് വേദനിച്ചിട്ടുണ്ടാകും. എന്തുകൊണ്ടാണ് എൻ്റെ ദുആ അള്ളാഹു സ്വീകരിക്കാത്തത്? ഞാൻ ഇത്രയും പ്രാർത്ഥിച്ചിട്ടും എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ മനസ്സിൽ വന്നിട്ടുണ്ടാകും. പക്ഷേ കുറെ വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ അതേ കാര്യം ഓർത്ത് തന്നെ നിങ്ങൾ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടാകും, അൽഹംദുലില്ലാ, അത് നടക്കാതിരുന്നത് എത്രയോ നന്നായിരുന്നു എന്ന്. കാരണം അന്ന് നമുക്കത് കിട്ടിയിട്ടുണ്ടായിരുന്നെങ്കിൽ ഇന്ന് നമ്മൾ ഈ ഒരു അവസ്ഥയിലായിരിക്കില്ല. നമ്മളൊരു വാതിൽ തുറക്കാൻ വേണ്ടി കരഞ്ഞു ദുആ ചെയ്യുമ്പോൾ ആ വാതിലിന് പിന്നിൽ എന്താണുള്ളത് എന്ന് നമുക്കറിയില്ല. പക്ഷേ അത് അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് അറിയാം. അതുകൊണ്ടായിരിക്കാം ചില വാതിലുകൾ അവൻ തുറക്കാതിരിക്കുന്നത്. അത് നമ്മെ ശിക്ഷിക്കാനല്ല, മറിച്ച് നമ്മെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. ഒന്നാമത്തെ കാര്യം എന്താന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ പറഞ്ഞിട്ടേ ഉള്ളൂ, അടയുന്ന എല്ലാ വാതിലുകളും അള്ളാഹുവിൻ്റെ ശിക്ഷയല്ല, ചിലത് അവൻ്റെ സംരക്ഷണമാണ്. നമ്മളെല്ലാവരും ഒരുപാട് ആഗ്രഹിക്കുന്നവരാണ്. അതിനായി നമ്മൾ ഒരുപാട് ദുആ ചെയ്യാറുമുണ്ട്. ചിലത് നടക്കും, അതിൽ ചിലത് നടക്കില്ല. അപ്പോൾ നമ്മൾ ചിന്തിക്കുന്ന ഒരു കാര്യം, എന്തുകൊണ്ടാണ് അള്ളാഹു എൻ്റെ ദുആ മാത്രം സ്വീകരിക്കാത്തത്? പക്ഷേ കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞാൽ നമ്മൾ ഇതേ കാര്യം കൊണ്ട് തന്നെ നമ്മൾ പറയും, ആ കാര്യം നടക്കാതിരുന്നത് എത്രയോ നന്നായിരുന്നു എന്നത്. അത് ലഭിക്കാതിരിക്കുന്നത് അതിലെന്തെങ്കിലും ദോഷമുള്ളത് കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളിൽ നിന്ന് അത് തട്ടി മാറ്റുന്നതാവാം. നമുക്കറിയാത്ത എല്ലാ കാര്യങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് അറിയാം. ഒരു പക്ഷേ നമ്മൾ കാണാത്ത ഒരു ദോഷത്തിൽ നിന്ന് അവൻ നമ്മെ രക്ഷിച്ചതാകും, അല്ലെങ്കിൽ അതിലും നല്ലൊരു കാര്യം നമ്മൾക്കായി ഒരുക്കി കൊണ്ടിരിക്കുന്നതാവും. ഖുർആനില് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, വഅസ അൻ തക്റഹു ശൈഅൻ വഹുവ ഖൈറുൽ ലക്കും വഅസ അൻ തുഹിബ്ബു ശൈഅൻ വഹുവ ശർറുൽ ലക്കും വല്ലാഹു യഅലമു വഅൻതും ലാ തഅലമൂൻ. നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്തൊരു കാര്യം നിങ്ങൾക്ക് നന്മയായിരിക്കാം, നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരു കാര്യം നിങ്ങൾക്ക് ദോഷമായിരിക്കാം. അള്ളാഹു അത് അറിയുന്നുണ്ട്, നിങ്ങൾ അത് അറിയുന്നില്ല. അതുകൊണ്ട് എല്ലാ വൈകല്യവും നിരാശയായി കാണേണ്ടതില്ല. ചിലപ്പോ അത് അള്ളാഹുവിന്റെ കരുതലായിരിക്കും. രണ്ടാമത്തെ കാര്യം, ആളുകൾ നമ്മെ എങ്ങനെ കാണുന്നു എന്നതല്ല പ്രധാനപ്പെട്ടത്, അള്ളാഹു നമ്മെ എങ്ങനെ കാണുന്നു എന്നതാണ് പ്രധാനപ്പെട്ടത്. എല്ലാവർക്കും നമ്മെ മനസ്സിലാകണമെന്നില്ല, എല്ലാവർക്കും നമ്മെ ഇഷ്ടപ്പെടണം എന്നുമില്ല. അതുകൊണ്ട് അതൊന്നും വലിയ പ്രശ്നമല്ല. കാരണം എല്ലാവരെയും സന്തോഷിപ്പിച്ച് ജീവിക്കാൻ ശ്രമിച്ചാൽ നമ്മളെ നമുക്ക് തന്നെ നഷ്ടപ്പെടും. അതിനേക്കാൾ നല്ലത് ഓരോ ദിവസവും അള്ളാഹുവിന്റെ തൃപ്തി നേടാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. മൂന്നാമത്തെ കാര്യം, സന്തോഷമുള്ളവർ എല്ലാം സ്വന്തമാക്കിയവരല്ല, നന്ദിയുള്ളവരാണ്. നമ്മൾ പലപ്പോഴും പറയും, ഇത് കിട്ടിയാൽ ഞാൻ ഹാപ്പി ആകും, ആ ജോലി കിട്ടിയാൽ എൻ്റെ ജീവിതം തന്നെ സെറ്റാകും. പക്ഷേ സത്യം എന്താണെന്നോ, സന്തോഷം കിട്ടുന്നത് നമ്മളെല്ലാം നേടിയത് കൊണ്ടല്ല, ഉള്ളതിൽ നന്ദി പറയാൻ പഠിച്ചത് കൊണ്ടാണ്. ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, ലഇൻ ശക്കർതും ലഅസീദന്നകും. നിങ്ങൾ നന്ദി കാണിക്കുകയാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് അനുഗ്രഹങ്ങൾ വർദ്ധിപ്പിച്ചു തരും. നന്ദിയുള്ള മനസ്സ് ജീവിതത്തെ തന്നെ മാറ്റിമറിക്കും. അതുകൊണ്ട് നമ്മൾ നമുക്ക് നൽകിയ അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. നാലാമത്തെ കാര്യം, ചിലപ്പോൾ അള്ളാഹു നമ്മുടെ പ്രശ്നങ്ങൾ മാറ്റുന്നതിന് മുമ്പ് നമ്മളെയാണ് മാറ്റുന്നത്. പ്രശ്നങ്ങൾ വരുമ്പോൾ നമ്മുടെ ക്ഷമ വളരും, ധൈര്യം നമുക്ക് വരും, അള്ളാഹുവിലുള്ള വിശ്വാസം കൂടുതൽ ശക്തമാകും. അപ്പോൾ ഏറ്റവും വലിയ അത്ഭുതം പ്രശ്നം മാറുന്നതല്ല, ആ പ്രശ്നം കാരണം നമ്മൾ നല്ലൊരു മനുഷ്യനായി മാറുന്നതാണ്. അഞ്ചാമത്തെ കാര്യം, എപ്പോഴും കരുണയോടെ പെരുമാറാൻ ശ്രമിക്കുക. കാരണം നമ്മൾ കാണുന്ന ഓരോ മനുഷ്യനും നമുക്കറിയാത്ത ഓരോ പോരാട്ടത്തിലൂടെയായിരിക്കും കടന്നു പോകുന്നത്. ചിരിച്ചു കൊണ്ടിരിക്കുന്ന ഒരാൾ രാത്രി കരഞ്ഞുറങ്ങുന്ന ആളായിരിക്കാം. ദേഷ്യത്തോടെ സംസാരിക്കുന്ന ഒരാൾ മനസ്സിൽ വലിയൊരു വേദന ഒളിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആളായിരിക്കാം. അതുകൊണ്ട് ആരെയും പുറമേ കാണുന്നത് മാത്രം നോക്കി വിധിക്കരുത്. നമ്മുടെ ഒരു നല്ല വാക്ക്, ഒരു നല്ല പുഞ്ചിരി, ഒരു നല്ല പെരുമാറ്റം ഒരാളുടെ ജീവിതത്തിൽ വലിയ മാറ്റം ഉണ്ടായേക്കാം. അവസാനത്തെ കാര്യം,
നമ്മളെല്ലാവരും നല്ലൊരു ജീവിതത്തിന് വേണ്ടി ഓടിക്കൊണ്ടിരിക്കുകയാണ്. പഠിക്കുന്നുണ്ട്, ജോലി ചെയ്യുന്നുണ്ട്, പുതിയ സ്കില്ലുകൾ പഠിക്കുന്നുണ്ട്, ഭാവി സുരക്ഷിതമാക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഇതെല്ലാം നല്ലതാണ്. പക്ഷേ ഒരു ചോദ്യം, ഇതിൻ്റെ കൂടെ നമ്മുടെ ഈമാനും വളരുന്നുണ്ടോ? അള്ളാഹുമായുള്ള ബന്ധം ശക്തമാകുന്നുണ്ടോ? നമ്മുടെ സ്വഭാവം ഇന്നലത്തേതിനേക്കാൾ നല്ലതാകുന്നുണ്ടോ? ദേഷ്യം കുറയുന്നുണ്ടോ? ക്ഷമ കൂടുന്നുണ്ടോ? കാരണം നമ്മൾ പലപ്പോഴും പറയും, ഈ തിരക്ക് കഴിഞ്ഞിട്ട് നമസ്കാരം ശരിയാക്കാം, കുറച്ച് സെറ്റിൽഡ് ആയിട്ട് ഖുർആൻ വായിക്കാൻ തുടങ്ങാം. പക്ഷേ അള്ളാഹുവിലേക്ക് മടങ്ങാൻ വേണ്ടി ഏറ്റവും നല്ല ദിവസം നാളെയല്ല, അത് ഇന്നാണ്. നമ്മൾ എത്ര വർഷം ജീവിക്കുമെന്നറിയില്ല, പക്ഷേ ഇന്നൊരു ചെറിയ ചുവടെങ്കിലും അള്ളാഹുവിലേക്ക് വെക്കാൻ നമുക്ക് കഴിയും. ഓർക്കുക, കരിയർ വളരുന്നത് വലിയ കാര്യമാണ്, ജീവിതം മെച്ചപ്പെടുന്നതും നല്ലതാണ്. പക്ഷേ അതിനേക്കാൾ മനോഹരമായ ഒരു വളർച്ചയുണ്ട്, അള്ളാഹുവിന് പ്രിയപ്പെട്ട ഒരു മനുഷ്യനായി മാറുക. അത് തന്നെയാണ് ഈ ലോകത്തെയും പരലോകത്തെയും യഥാർത്ഥ വിജയം. ഈ വീഡിയോ അവസാനിക്കുന്നതിന് മുമ്പ് ഒരു കാര്യം മാത്രം ഓർക്കുക, ജീവിതം എല്ലായ്പ്പോഴും പെർഫെക്റ്റ് ആയിരിക്കണമെന്നില്ല. പക്ഷേ അള്ളാഹുവിൽ തവക്കൽ വെക്കുകയാണെങ്കിൽ, അവൻ്റെ തീരുമാനങ്ങളിൽ വിശ്വസിക്കുകയാണെങ്കിൽ, ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടുകയും അതിനോട് നന്ദി കാണിക്കുകയും ചെയ്യുകയാണെങ്കിൽ, അവനെ ഓർത്തുകൊണ്ട് മുന്നോട്ട് നടക്കുകയാണെങ്കിൽ ഹൃദയത്തിന് ഒരു സമാധാനം ലഭിക്കും. ആ ഒരു സമാധാനം ഈ ലോകത്തിൽ മറ്റൊന്നിനും നമുക്ക് തരാൻ കഴിയില്ല. ഇത് അനുഭവിച്ചവർക്ക് മനസ്സിലാകും. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് ചെയ്യാനും മറ്റൊരാൾക്ക് ഉപകാരപ്പെടുമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും മറക്കരുത്. ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.